ചിക്കൻ പാർട്സ് എങ്ങനെ ഉണ്ടാക്കി നോക്കി നോക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് വേണ്ട അത്യാവശ്യം വേണ്ട ഉപ്പും ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും നമ്മളിട്ട് അതിനെ പാനിൽ വെച്ച് അതിനകത്തെ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിക്കുന്ന. എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യം ഇതിനൊരു ബ്ലഡിൻ്റെയൊക്കെ ഒരു കറി വെച്ച് കഴിയുമ്പോൾ ഒരു സ്മെല്ലും ഉളുമ്പ് സ്മെല്ല് പോലെയും ഒക്കെ വരുന്നതുകൊണ്ട് ആർക്കും ഇത് ഇഷ്ടമില്ല. അപ്പം ഇതിങ്ങനെ ആദ്യം തുറന്ന് വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുരുമുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ചെറിയ തീയിൽ തുറന്ന് വെച്ച് കുറച്ച് നേരം അതിൻ്റെ ആ വെള്ളമൊക്കെ അങ്ങ് പറ്റിച്ച് കളഞ്ഞാൽ അതിന് ഒരു ഉളുമ്പ് മണവും വരില്ല. ഇത് പിന്നെ കറി തീരുന്ന വഴി അറിയില്ല. ഏത് കഴിക്കാത്തവരും അത് കഴിക്കും. ഉളുമ്പ് മണമാണ്, ഇത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് മാറ്റി ആരും വയ്ക്കത്തില്ല. പിന്നെ അതിൻ്റെ ആ സ്മെല്ലങ്ങ് പോയി കഴിഞ്ഞാൽ അപ്പോൾ അത് ചെറിയ തീയിലിരുന്ന്, ചെറിയ തീയല്ല, ഒരു മീഡിയം തീക്ക് മുകളിൽ, ഫുള്ള് വേണ്ട, അതിൻ്റെ ആ സ്മെല്ലും അതിൻ്റെ ആ വെള്ളം മുഴുവൻ ഇറങ്ങി ഇങ്ങ് പറ്റി പോകുമ്പോൾ ഈ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കും. നമുക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കരിവേപ്പില കുറവാണ്, അതുകൊണ്ടാണ് അപ്പോൾ ആ കരിവേപ്പിലയുടെ സ്മെല്ലും എല്ലാം ഉണ്ട്. അപ്പോൾ തന്നെ പയ്യെ ചൂടായപ്പോഴത്തേക്ക് ഇതിനകത്ത് ഇത്രയും വെള്ളം ഇറങ്ങി. ഈ വെള്ളം മുഴുവനും ഇരുന്ന് പയ്യെ അത് പറ്റിപ്പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കി അതിലേക്കിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കും, റോസ്റ്റാക്കി എടുക്കും. ഇത് എത്ര നേരം നമ്മൾ കഴുകി പിഴിഞ്ഞ് വാരി വെച്ചാലും ഇതിനകത്ത് വെള്ളം മൊത്തം പോകത്തില്ല. ഇതിനകത്ത് നന്നായിട്ട് വെള്ളം ഉണ്ടാകും. ചിക്കനും ബീഫും ഒക്കെ നമ്മൾ കറി വെക്കുമ്പോൾ അതിനകത്തുള്ളതുപോലെ തന്നെ ഇതിലും വെള്ളമുണ്ട്. ഇതുണ്ട്, ഇത് ചൂടായി ഒന്ന് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും വെള്ളമായി. ഈ വെള്ളം കുറേ അങ്ങ് പറ്റി കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ബ്ലഡിൻ്റെ സ്മെല്ലൊക്കെ ഉള്ളത് പോയി നല്ല ടേസ്റ്റിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതിനകത്ത് കുറേ വെള്ളം പറ്റി നമ്മൾ അത് മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച്, എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മിക്സിയിലിട്ടൊന്ന് പൾസ് മുറി ചതച്ചതങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് ഞാൻ ഇത്തിരി നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി നല്ല അളവിൽ ഇച്ചിരി നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കും. ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോളയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം. ഒരു 3 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ അധികം ഉപ്പ് ചേർക്കില്ല. പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ആദ്യം ഉപ്പ് ചേർത്തിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഉപ്പ് അധികമായി പോകും. അതുകൊണ്ട് ഇപ്പം ഞാൻ ഉപ്പ് ചേർക്കുക. മസാലയൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ അന്നേരമേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പില കൂടി ചേർക്കുന്നതാണ്. ഇതെൻ്റെ കയ്യിൽ ഫ്രഷ് കരിവേപ്പില ഇല്ലായിരുന്നു, അത് ഫ്രീസറിൽ വെച്ചിരുന്ന കൂട്ട് കരിവേപ്പിലയാണ്. ഇതിലേക്ക് വേണ്ട മുളക് പൊടി 2 സ്പൂണാണ് ഞാൻ ഇടുന്നത്. ഒത്തിരി എരിവുള്ള മുളക് പൊടിയല്ല, കാശ്മീരിയുടെ കൂടിയതാണ്. 1 സ്പൂൺ ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, ഇതിലേക്ക് ഇപ്പം ഞാൻ കുരുമുളക് പൊടിക്ക് മഞ്ഞളും ചേർക്കുന്നില്ല, ഓൾറെഡി അവിടെ ചേർത്തതായതുകൊണ്ട്. എരിവ് കുറവാണെങ്കിൽ ഇനി അവസാനം റോസ്റ്റ് ചെയ്യുന്ന അവസാനം ഇളക്കി വാങ്ങുന്നതിന് മുന്നേ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കി വാങ്ങും. ജസ്റ്റ് ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി ആക്കി ആ ഒരു മസാലയുടെ സ്മെല്ലൊക്കെ വരുന്നവരെ ഒന്ന് ഇളക്കി ആക്കുക.
ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ലിവർ ഇത് ചിക്കൻ്റെ പാർട്സ് ഇതാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊന്ന് നന്നായിട്ട് നമ്മൾ ഇളക്കി ചേർത്ത് ഇതിലേക്ക് ഇനി തക്കാളി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് തക്കാളിയും ചേർക്കാം കേട്ടോ. എനിക്ക് തക്കാളി അങ്ങനെ ഒത്തിരി ചേർക്കുന്ന ഇഷ്ടമില്ല. തക്കാളി ചേർത്ത് റോസ്റ്റ് ആക്കുമ്പോൾ വെച്ചാൽ അതിനേക്കാളും ടേസ്റ്റ് തക്കാളി ചേർക്കാതെ റോസ്റ്റ് ആക്കുന്നതാണ്. ചിലർ തക്കാളിയും ചേർക്കും റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ. എനിക്ക് ആ തക്കാളിയുടെ ടേസ്റ്റിനേക്കാളും നല്ലത് തക്കാളി ചേർക്കാതെ റോസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മസാലയെല്ലാം അവനവന് വേണ്ട രീതിയിലുള്ള മസാല ചേർക്കുമ്പം ഇപ്പോൾ ചിലർക്ക് എരിവ് കൂടുതൽ വേണം, ചിലർക്ക് എരിവ് കുറച്ച് മതി. അങ്ങനെ ആ അളവിലുള്ള കറക്റ്റായിട്ട് മസാല ചേർക്കുമ്പോഴാണ് അത് ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ ചേർക്കുന്ന അതേ അളവിൽ ചേർക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എരിവ് അധികമായിരിക്കും, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. അത് ഭയങ്കര എരിവാന്ന് തോന്നും.